ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് വീഡിയോ എടുക്കാമെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഇങ്ങനെ എന്തെടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, നിങ്ങളുടെയൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം നമ്മുടെ ബാക്ക് സൈഡ്. ഓക്കെ, അതെ എന്താ കാട്ടുന്നത്? അമ്മ എന്താ കാട്ടുന്നത്? അപ്പൊ എന്താ ഗ്യാസിലൊക്കെ എന്ത് മീനമ്മ? വ്ളോഗ് എടുക്കട്ടെ. എന്താ ചെറുത്തു നമുക്ക് മീൻകറിയാം. അപ്പുറക്ക് നമുക്കൊരു മീൻകറി ഉണ്ടാക്കല്ലേ? ഉണ്ടാക്കാം. അപ്പം ഞാൻ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. അടുപ്പ് വലിയ കത്തലൊന്നും കത്തണില്ല, പുകയുന്നുണ്ട് കണ്ട. അതിൽ 2 മണി പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് 2-3-4 ചെറിയുള്ളി ഇട്ട് കൊടുത്ത് 2 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായി മൂത്ത് വരണം, നന്നായി വഴറ്റണത്. നാളികേരത്ത് തേങ്ങനെ വഴറ്റാൻ നമുക്ക് അത് നന്നായി ഇളക്കി മൂക്കണം. നന്നായി മൂക്കട്ടെ. വറുത്ത് തേങ്ങ അരച്ച് മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കാം, നല്ല രസമുണ്ടാവും. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാം. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ വെക്കാറുള്ളത്. അങ്ങനെ വെച്ചിട്ടില്ലതാ. ഇനി ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, മീൻ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കറിവേപ്പില. പിന്നെ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ അളവിന് പാകത്തിന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അളവ് അതുപോലെ വെച്ചോളൂ. അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നന്നായി ചൂടായി വന്നിട്ട് അതിൽ ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കണം. ചട്ടിയിൽ വെള്ളമുണ്ട് തോന്നുന്നുണ്ട്. 1/4 സ്പൂണ് ഉലുവ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ, പൊട്ടട്ടെ. ഉലുവ ഒന്ന് കടുക് പൊട്ടുമ്പോൾ ഉലുവയും പൊട്ടണം. എന്റെ കണ്ണിക്ക് തെറിച്ചായിരുന്നു, സീനായി. ഈ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ അങ്ങനെ തന്നെ. അത് പൊട്ടി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് അപ്പോൾ നന്നായി ഇളക്കണം. ഇനി 3 പാടെ ഇട്ട് കൊടുത്തോ. നന്നായി ഇളക്കി നല്ല വഴഞ്ഞ് വരട്ടെ. നല്ല വഴറ്റിയിട്ട് പുകയുന്നുണ്ട് അടുപ്പ്. നന്നായി വഴറ്റി വന്നിട്ട് വഴറ്റി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പുളി വെള്ളത്തിലിടായിരുന്നു. അതിൻ്റെ ഇടയിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ആ പുളി വെള്ളത്തിലെടുത്തിട്ടുണ്ട്. ചുടുവെള്ളത്തിൽ ലേശം വെള്ളം ചൂടാക്കിയിട്ട് അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ പിഴിയാൻ സുഖമാണ്, വേഗം പുളി അലിഞ്ഞ് കിട്ടും. അങ്ങനെ ഇട്ട് വെച്ച് പിന്നെ അതിലോട്ട് നമുക്കിപ്പോൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല മണമാണ്. പക്ഷെ തീ നല്ല സ്ട്രോങ് ആയി കത്തിയ വേഗമാവും. പക്ഷെ തീ കത്തുന്നില്ല. ഇതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി ഇടണം. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം വേറെ മല്ലിപ്പൊടി എടുത്ത് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ വഴറ്റി അതിൻ്റെ പച്ചമണം പോകണം. മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെയും ഒക്കെ പച്ചമണം പോയി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു മിനിറ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായി വഴറ്റിയിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത്. അല്ലെങ്കിൽ
തക്കാളി ഇത് ഇട്ട് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ പച്ചച്ചൂരടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഉപ്പൊന്നും ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിലിപ്പോൾ ഈ നേരത്തെ ഇട്ടാൽ. അത് കഴിഞ്ഞ് തക്കാളി ഇട്ട്. തക്കാളി ഞാനാട്ടോ അതൊക്കെ അരിഞ്ഞു വെച്ചത്. അതിനൊരു താങ്ക്സ്. എനിക്ക് മൂടി വെക്കുക, കുറച്ച് നേരം അതൊന്ന് നല്ല വഴറ്റി തക്കാളിയൊക്കെ ഉടയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ മിക്സിന്റെ ജാർ എടുത്ത് വെച്ചിക്കണ്. അതിൽ തേങ്ങ ഇട്ട് വറുത്ത് വെച്ച തേങ്ങയൊക്കെ കൊട്ടിയിട്ടുണ്ട്. ഇത് അരച്ചിട്ട് വരട്ടെ കേട്ടാ. അതിൻ്റെ ഇടയിൽ ഷിംന എടുത്ത് തേങ്ങ തിന്നുന്നുണ്ട്. വറുത്ത തേങ്ങ തിന്നണ കുട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ അരക്കാൻ പോയപ്പോ ഞാൻ എന്തൊക്കെയോ കാട്ടിയിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ച് ഞാൻ കൊടുന്നു. മിക്സി കാര്യം അതിൽ കൊട്ടിയിട്ടുണ്ട്. അതിലിട്ട് നന്നായി ഇളക്കണം. ഇപ്പം തന്നെ അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ട. ഇനി പുളി വലിയ ഇത് ആയിട്ടില്ല, എന്നാലും നല്ല പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പുളി വെള്ളം ഒഴിക്കാം നമുക്ക് കറിയിൽ. ഷിംനാക്ക് വിശക്കുന്നുണ്ട് തോന്നുന്നു. വിശക്കണൊക്കെ ഉണ്ട്. അതിലിട്ട് നമുക്ക് ഈ പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ ജാറിൽ പിഴിഞ്ഞിട്ട് തന്നെ ഒഴിക്കട്ടെ. പുളിവെള്ളം ജാറിൽ തന്നെ ആക്കി ഒഴിക്കട്ടെ. എന്നിട്ട് ഇപ്പം എല്ലാം ഇട്ട് നന്നായി ഇളക്കി. ഞങ്ങൾക്ക് കുറച്ച് കറി മതി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അത് കാരണം കുറച്ച് കറി വെച്ചിട്ടുള്ളൂ. നമുക്ക് മൂടി വെക്കാം. കയ്യിലൊന്ന് എടുക്കട്ടെ. ഒന്ന് ഉപ്പുണ്ടോ നോക്കാം. ഷിംനാൻ്റെ വക ഉപ്പ് ചോദിച്ചു. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പും പുളിയൊക്കെ ഉണ്ട്, കറക്റ്റാണ്. തിളച്ചു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ട. കറി അടിപൊളിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പുട്ട് വേണം. മീനിട്ടിട്ട് ഒന്ന് 2 തിളക്കട്ടെ. ഷിംനാക്ക് പുട്ട് വേണമെന്നാണ് പറയുന്നത്. ഷിംനാക്ക് പുട്ട് വേണം. ഷിംന എനിക്ക് പുട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ നമ്മുടെ കറിയൊക്കെ തിളച്ച് വെന്തു, മീനൊക്കെ വെന്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് വരുന്ന ട്രൈ ചെയ്ത് നോക്കുക. മീൻ കറി ഇറക്കി വെച്ചു. ഒന്ന് ചുറ്റിച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചത്. ഒരു തണ്ട് കറിവേപ്പില അതിലിടുക. എന്നിട്ടാണ് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് കൂട്ടി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഒരു മീൻ കറി. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിഷാർന്നൊന്ന് കാണിച്ചതാണ്. അപ്പത്തിന് ഉമ്മാക്ക് നാണക്കേടായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ക്യാബേജ് എടുക്കണം. അപ്പം ഉമ്മ ക്യാബേജ് എടുക്കാൻ പറഞ്ഞ് ഞാൻ ക്യാബേജൊക്കെ എടുത്തിട്ട് വന്നിക്കണ്. അപ്പത്തിനും ഇമ്മ അതിലേ പോകുന്ന ആരെയോ തുറിച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനിൽ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാബേജ് വലുതായിരുന്നു, അതിൻ്റെ പകുതി എടുത്തേക്കണ്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി അതിൻ്റെ മൂക്ക് മുറിക്കണ സമയത്ത് എനിക്ക് തീരെ മുറിക്കാൻ കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ഒക്കെ പൗസാക്കി മുറിച്ചെടുത്ത് വന്ന് എന്നിട്ട് നമ്മൾ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഉമ്മ പറയണത് ക്യാബേജ് വലുതാവണ്, രസം ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പം ഞാൻ സ്ലൈസാക്കി അരിഞ്ഞൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയൊരു മൂക്കിൻ്റെ ഭാഗം വന്നത് നമ്മൾ കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ക്യാരറ്റ് അത് ഉമ്മ തൊലിയൊക്കെ കളഞ്ഞ് കൈയിൽ തന്ന്. അപ്പോൾ നമ്മളത് അരിഞ്ഞു കൊടുക്കുകയാണ്. ക്യാബേജും ക്യാരറ്റും പാടെ ഉപ്പേരി അടിപൊളിയാണ്. അപ്പം നമ്മൾ അത് അരിഞ്ഞെടുത്ത് ഒക്കെപ്പാടെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പെറുപിറുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ അപ്പോഴാണ് രാവിലത്തെ പൊറോട്ട കണ്ടത്. ആ പൊറോട്ട എടുത്ത് ഞാനൊന്ന് നമ്മുടെ മീൻ കറിൻ്റെ ഒപ്പം ഒന്ന് ടേസ്റ്റ് നോക്കാണ്. അപ്പോൾ ഞാൻ അതൊന്ന് വായിലിട്ട് കൊടുക്കാണ് കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മീൻകറി, സെറ്റായിരുന്നു. നമ്മൾ പൊറാട്ടൻ്റെയൊക്കെ റെസിപ്പി ഇനി ഇടുന്നതായിരിക്കും. പിന്നെ അത് നമ്മുടെ ചോറ് എടുത്തിട്ട് വന്നിക്കണ്, ചോറ് കഴിക്കാൻ പോണ്. അപ്പോൾ അതിൽ നമ്മൾ മീൻകറി ഒഴിച്ചിക്കണ്, ക്യാബേജ് ഉപ്പേരി, മുരിങ്ങ വറുത്തിട്ടുണ്ടായിരുന്നു അതും, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തി, മോരുകുട്ടനും. അപ്പോൾ നമ്മൾ അതൊക്കെ പാടെ നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് മീനും സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല, ഞാൻ വെജാണ് കഴിക്കാറുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പം നമുക്ക് അതിൽ ഇത്തിരി മുരിങ്ങ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ കുഴച്ച് മതിയാവണില്ല, അപ്പം മുരിങ്ങ ഇട്ട് കൊടുത്ത് ക്യാബേജ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടാ. എന്നിട്ട് നമ്മൾ മോരുകുട്ടൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വായിൽ കൊടുത്ത് മക്കളെ, സീനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ആ മീൻകറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അടിപൊളിയായിരുന്നു. നമ്മൾ അതൊക്കെ നന്നായി ആസ്വദിച്ച് കഴിക്കണം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.